വെൽക്കം ടു സ്റ്റോറി സോ. സ്റ്റോറി സോയിൽ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഗുരുപവനപുരിയിലാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ദിന ആശംസകൾ നൽകുകയാണ്. ഇന്ന് ഗുരുവായൂരിൽ നല്ല തിരക്കാണ്. നമ്മളെല്ലാവരും ഇന്ന് കൃഷ്ണൻ്റെ ആ ഒരു ജന്മദിനം ആഘോഷിക്കാനായിട്ട് ഒത്തുകൂടിക്കാണ്. അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ ഒരു പ്രത്യേകത, ഗുരുവായൂർ ഒരുപാട് കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ആ ഒരു വേഷത്തിൽ വന്ന് എല്ലാവരും നമുക്ക് കാണണ്ടേ. അപ്പം നമുക്ക് കാണാം. വരും. ഇതാരത്? കൃഷ്ണനാണോ? എവിടെന്നാ വരുന്നേ? കുന്നംകുളത്തുനിന്നാണ്. പേരെന്തേ കൃഷ്ണന്റെ? ഇഷാലക്ഷ്മി. എല്ലാ വർഷവും വരാറുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. 1 വയസ്സായിട്ടുള്ളൂ. ഹലോ ഹലോ, സുന്ദരിയായിണ്ടല്ലോ. ഇന്ന് കൃഷ്ണനാണോ? 2 വലിയ കൃഷ്ണന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചാലോ. ഹലോ, എന്താണ് രണ്ടുപേരും കൃഷ്ണന്റെ ആ ഒരു വേഷത്തില് നല്ല ഭംഗിയായിരിക്കണോ രണ്ടുപേരും കാണാനായിട്ട്? എന്താണ് പേരെന്താണ്? മീനാക്ഷി, ലക്ഷ്മി. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈമാണ്. എന്താണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്താ തോന്നണേ? കൃഷ്ണന്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. കൃഷ്ണന്റെ അവസ്ഥയാണ് മനസ്സിലാവുന്നത്. ഇത്രയും വേഷവും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കൃഷ്ണൻ നിൽക്കുന്ന അവസ്ഥ. ഇവിടെ ലക്ഷ്മി, എന്താണ് തോന്നണേ? ഇതേ ഫീലിംഗ് തന്നെയാണോ? വിശക്കുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചായിരുന്നു. ഓക്കെ. ഇനി ആ ഒരു ടൈം ആവുമ്പോ ഇനി നിങ്ങൾ എന്താണ് ഡാൻസ് ഒക്കെ ചെയ്യോ? കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റോറി സോ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. നിങ്ങളപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാണാനായിട്ട് പറ്റും. എൻ്റെ പേര് പൗർണമി എന്നാണ്. ഓക്കെ, ബൈ. ഒരു കുട്ടി കൃഷ്ണനെ എൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോദിക്കാം. ഹലോ ഹലോ, ഒരു ഹലോ പറഞ്ഞേ കേക്കട്ടെ. ഹലോ, എന്താ പേര്? പേര് പറ. സുന്ദരനായിട്ടുണ്ടല്ലോ. സുന്ദരനായ കൃഷ്ണനെയും രാധയാണ് ഇന്ന് എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത്. എന്താ പേര്? ആതിരവർമ്മ. ഇവിടെ സുജിഷ. എന്താണ് രണ്ടുപേരും നല്ല ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാല്ലേ നിങ്ങളെ? അതെ. എന്നാലും കൂട്ടത്തില് എന്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? കോളേജ് മേറ്റ്സ് ആണ്. എവിടെന്നാ വരുന്നേ? പാലക്കാട്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് 2 വർഷമായി ഇവിടെ. എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അയ്യോ, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡേ ആണ്. ഞാൻ പൊതുവേ കൃഷ്ണ ഭക്തയാണ്. അതെ. അപ്പോൾ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ കൃഷ്ണന്റെ കമ്പോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗുരുവായൂർ എന്റെ 1 ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസത്തിൽ കൃഷ്ണ ഭഗവാന്റെ വേഷമാണ് ഞാൻ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്താണ് അധികം സംസാരിക്കാതെയാണ് നിൽക്കണേ രാധ. ഒരു നാണത്തോടൊക്കെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട്? ഹൗ വാസ് ദിസ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അപ്പൊ അടുത്ത വർഷം ഇനി വരുമോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഹാപ്പി ജന്മാഷ്ടമി. വാവ്, സൂപ്പർ. നല്ലൊരു കയ്യടി കൊടുക്കൂ കേട്ടോ. എത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ, അടിപൊളിയായിരുന്നു. അപ്പൊ പ്രൊഫഷണൽ എങ്ങനെയാണ്? ഡാൻസ് തന്നെയാണോ? ഞാനൊരു 14 years ആയി ആക്ച്വലി ഡാൻസിന്റെ ഫീൽഡിൽ. ഞാൻ 3 വയസ്സോട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ക്ലാസിക്കൽ. ആ ഒരു പ്രൊഫഷണലിസം എന്തായാലും ഈ ഒരു പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ജന്മാഷ്ടമി. നമുക്ക് മറ്റൊരു ഹൈലൈറ്റിന് കിട്ടിയിരിക്കുകയാണ് ഇന്നത്തെ കൃഷ്ണൻ. ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹലോ, എന്താ പേര്? ഗോകുൽ. ഹാപ്പി ജന്മാഷ്ടമി. മറ്റൊരു ഹൈലൈറ്റിന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ആദ്യ പ്രാവശ്യമാണ്. എന്താണ് ചെയ്യണേ? ഞാൻ ഡോക്ടറാണ് കേട്ടോ. ഓഹോ, വാവ്. എന്താണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഇന്നത്തെ? ഭയങ്കര തിരക്കാണ് ഇന്നത്തെ. ഞങ്ങൾ എല്ലാവരും കൃഷ്ണന്റെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു 2 ഡാൻസ് സ്റ്റെപ്പോ മറ്റെന്തെങ്കിലും ചെയ്യാമോ? വാവ്. അപ്പൊ നമുക്ക് ഈ ഒരു പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ. राधा भी दीवानी हो रही, राधा राधा बोले कान्हा का मनवा, राधा भी दीवानी हो रही. वाओ, സൂപ്പർ.
എന്താണല്ലേ ഇത്ര നല്ലൊരു ഡാൻസർ ആയിരുന്നു. അപ്പൊ ഒരു ഡോക്ടർ മാത്രമല്ല, നല്ലൊരു ഡാൻസർ ആണ്. അതുകൂടാതെ നല്ലൊരു കൃഷ്ണ ഭക്തനാണ്. അപ്പോ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. ഓക്കെ, ബൈ. നമ്മൾ എന്തായാലും ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. നല്ല ഒരുപാട് ഗജവീരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വിശേഷം ചോദിക്കണം എന്നൊക്കെ. ഒരു സുന്ദരിയായ കൃഷ്ണനും ഒരു സുന്ദരിയായ രാധയും. എന്താണ് പേരെന്താണ്? ആതിര ശിവരാമൻ. ആതിര. ഇവിടെ സുനിൽകുമാർ. ഓക്കെ, രണ്ടുപേരും ഡാൻസേഴ്സ് ആണോ? ഡാൻസ് എന്നുള്ളതാണ് പാഷൻ. എന്താണ് ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഇവിടെ വന്നിട്ട്? സന്തോഷാണ്. ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ നേരത്തെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു ഭഗവാൻ സമ്മതിക്കണം, ഇത്രയും വേഷമൊക്കെ ഇട്ടിട്ടല്ലേ നിക്കണേ എന്നുള്ളത്. എന്താണ് അഭിപ്രായം അതിനോട്? കുഴപ്പമില്ല. അതെ അതെ. ഇവിടെ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ നിങ്ങള്? പ്ലസ് ടു കഴിഞ്ഞു. ആഹാ. ഇവിടെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ ഏതെങ്കിലും രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ സ്റ്റോറീസ് സൂവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം, അതാണ് ധൃതിയില്ലേ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ജന്മാഷ്ടമി രണ്ടുപേരും. ഇനി അടുത്ത വർഷം കാണാനായിട്ട് പറ്റട്ടെ. അതെ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും കാണണം. ഓക്കെ. സ്റ്റോറീസോ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇനി അതിൽ കാണാം. ഓക്കെ, ടാറ്റാ ബൈ. ഇങ്ങനെ ഒട്ടനവധി കൃഷ്ണന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരുപാട് കൃഷ്ണന്മാരെയും രാധമാരെയും രാധികമാരെയും ഗോപികമാരെയും ഒക്കെ കാണാനുണ്ട്. നമുക്കിനി ഘോഷയാത്രയുടെ ഭാഗത്തേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ ഹൈലൈറ്റ്സ് കാണാം കേട്ടോ. വരൂ. വെറൈറ്റി ആയിട്ടുള്ള കൃഷ്ണനും രാധേനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹലോ, പേരെന്താണ്? അഖിൽ. ദേവ. രണ്ടുപേരും എന്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൃഷ്ണനും രാധയായിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴയാണ് സ്ഥലം. ആലപ്പുഴയാണ്. ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ വലിയ കലവൂർ എന്ന് പറയും. ഓക്കെ. ഇവിടെ ഗുരുവായൂരിന്നാണ്. ഓക്കെ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ രണ്ടാളും? അതെ, ഫ്രണ്ട്സ് ആണ്. എവിടെയാണ്? അപ്പൊ എങ്ങനെയാണ് മീറ്റ് ചെയ്തതൊക്കെ? പഠിക്കുന്ന ആൾക്കാർ? അല്ലല്ല, ഞാൻ ഫാഷൻ ഷോ ഡയറക്ടറായിട്ട് പോയപ്പോൾ ആള് മോഡലായിരുന്നു. അതിന്റെ ഒരു വെറൈറ്റി നമ്മുടെ ഡിസൈനർ വേറൊരാളാണ്. ആളുടെ ഒരു പ്ലാനാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു സർപ്രൈസ് സാൻഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ബ്ലോഗറാണ്. ഭയങ്കര വൈബാണ്. കാരണം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കൃഷ്ണനായിട്ട് ഒരു ആൺകൃഷ്ണൻ ഫസ്റ്റ് ഗുരുവായൂർ ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നല്ല ഭംഗിയായിരിക്കണം കാണാനായിട്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ കൃഷ്ണനായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അവിടെ എല്ലാവരും കമന്റിൽ ചോദിച്ചിരുന്നു ഒരു കൃഷ്ണൻ എവിടെ, ആൺകൃഷ്ണനാണല്ലോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഞാൻ ആൺകൃഷ്ണൻ ഇറക്കിയിട്ട് കൊണ്ടുവന്നു. അടിപൊളിയായിട്ടുണ്ട്. ഒരു വെറൈറ്റി വിഷ്വൽ ട്രീറ്റ് വേണം പറയാനായിട്ട്. ഓക്കെ. അപ്പോൾ ഹാപ്പി ജന്മാഷ്ടമി. എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞു. ചെറിയൊരു ഭാഗം നമ്മുടെ സ്റ്റോറീസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാനായിട്ട് പറ്റുമോ?
എന്തെങ്കിലും ചെറിയ സ്റ്റെപ്പ് ചെയ്താൽ മതിയോ എന്തെങ്കിലും? മതിയോ? ചെറിയൊരു സ്റ്റെപ്പ് ചെയ്താൽ മതിയോ? വാവ്, സൂപ്പർ. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക്. താങ്ക് യു സോ മച്ച്. ബൈ. നമ്മുടെ ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് കൃഷ്ണന്മാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ രാത്രി ഒരുപാട് വൈകി നമുക്ക് അവസാനിപ്പിച്ച് പോകാനായിട്ട് സമയമായി. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് വിശേഷ ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കാണേണ്ടതാണ്. സോ ദിസ് ഈസ് പൗർണമി സൈനിങ് ഓഫ്. ബൈ ബൈ ആൻഡ് ഒരിക്കൽ കൂടി ഹാപ്പി ജന്മാഷ്ടമി.